പ്ലസ് ടു പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണോ? 2027 കീം എക്സാം എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ കീമിൻ്റെ റാങ്കും പ്ലസ് ടുവിൻ്റെ മാർക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്ലസ് ടുവിന് നല്ലതുപോലെ മാർക്ക് വാങ്ങിയാലേ കീമിന് നല്ല റാങ്കും കിട്ടും എന്ന് പറയുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും അതെ. ഇതിനുള്ള ഉത്തരം ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. അതിന് മുമ്പ് നിങ്ങൾ ചാനലിൽ പുതിയ ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക. നിങ്ങൾ പ്ലസ് ടുവിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ മാർക്ക് നിങ്ങളുടെ എഞ്ചിനീയറിംഗിന്, അതായത് നിങ്ങൾ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിച്ച് കീം എക്സാം എഴുതുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ 3 സബ്ജക്റ്റുകൾ കൺസിഡർ ചെയ്യും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ഈ 3 സബ്ജക്റ്റുകളും പ്ലസ് ടുവിൽ ടോട്ടൽ 120, 120, 120. 3നും 120 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 360 മാർക്ക് കിട്ടും. നിങ്ങളുടെ ഈ 360 മാർക്കിൽ നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് ആ മാർക്കും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് തീരുമാനിക്കുക. ഇനിയിപ്പോൾ ഫാർമസി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിച്ചാണ് നിങ്ങൾ കീം എഴുതുന്നതെങ്കിൽ മാത്സ് ഉണ്ടാവില്ല, ഫിസിക്സ്, കെമിസ്ട്രിയുടെ മാർക്ക് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ. ആൻഡ് ഇനി വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് ഈ കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കീമിൻ്റെ റാങ്ക് കണക്കാക്കുന്നത് കീം എൻട്രൻസിൻ്റെ മാർക്ക് മാത്രമല്ല പ്ലസ് ടുവിൻ്റെ മാർക്ക് കൂടിയാണ്. കീം എൻട്രൻസിനും നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യണം. അതേപോലെ തന്നെ പ്ലസ് ടുവിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിനും നല്ല മാർക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ പ്ലസ് ടുവിൽ അത്യാവശ്യം മാർക്ക് കുറവാണ്, പക്ഷേ കീമിന് ഫുൾ മാർക്ക് കിട്ടിയാൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ ടോപ്പിലായിരിക്കും അല്ലെങ്കിൽ 1ാം റാങ്ക് നിങ്ങൾക്കായിരിക്കും എന്നുള്ളത് നിങ്ങൾ സങ്കല്പിക്കേ വേണ്ട. പ്ലസ് ടുവിന് നിങ്ങൾക്ക് നല്ലതുപോലെ മാർക്ക് കുറഞ്ഞ് കീമിന് നല്ല മാർക്ക് കിട്ടിയിട്ടും കാര്യമല്ല. പ്ലസ് ടുവിലും നല്ല മാർക്ക് കിട്ടണം, കീമിനും അത്യാവശ്യം എക്സാമിനും അത്യാവശ്യം തിരക്കില്ലാതെ മാർക്ക് കിട്ടിയാലേ നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റും. ഇത് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായുള്ള ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഈ വർഷം നടന്ന കീം എൻട്രൻസ് എക്സാമിലെ 2 കുട്ടികളുടെ മാർക്കാണിത്. ഓക്കെ. ആദ്യത്തെ കുട്ടിക്ക് പ്ലസ് ടുവിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ 3ലൂടും ടോട്ടൽ 360 മാർക്കാണ്. 360 ആ കുട്ടിക്ക് കിട്ടിയത് 328 മാർക്കാണ്. ഓക്കെ. രണ്ടാമത്തെ കുട്ടിക്ക് കിട്ടിയത് 342 മാർക്കുമാണ്. ഇവരുടെ കീം മാർക്ക് തമ്മിൽ, ഇത് പ്ലസ് ടുവിൻ്റെ മാർക്കാണ്, കീം മാർക്ക് തമ്മിൽ വലിയ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഒരാളുടേത് 428.7 600ലാണ്, ഒരാളുടേത് 428. അപ്പോൾ നമ്മൾ കീം മാർക്ക് മാത്രം നോക്കുകയാണെങ്കിൽ ഇയാൾക്ക് ടോപ്പ് റാങ്കും ഇയാളുടെ 0.7 വ്യത്യാസമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇയാളെക്കാൾ ഒരു 4-5 റാങ്ക് കുറഞ്ഞതായിട്ടൊക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ടും വരേണ്ടത്. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് അങ്ങനെയല്ല. 428 കിട്ടിയ, അതായത് കീം എക്സാമിന് 428 മാർക്ക് കിട്ടിയ കുട്ടിക്കാണ് റാങ്ക് ടോപ്പിലും, അതായത് ഇവരെ 2 പേരെയും കമ്പയർ ചെയ്യുമ്പോൾ ബെസ്റ്റ് റാങ്ക് വന്നത് 428 മാർക്ക് കിട്ടിയ കുട്ടിക്കാണ്. അതെങ്ങനെ? 428.7 അല്ലേ മാർക്ക് കൂടുതൽ. അപ്പോൾ ഇയാൾക്കല്ലായിരുന്നോ ടോപ്പ് റാങ്ക് വരേണ്ടത്, പക്ഷെ വന്നത് ഇയാൾക്കാണല്ലോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 428 കിട്ടിയ കുട്ടിയുടെ പ്ലസ് ടു മാർക്ക് 342, 428.7 കിട്ടിയ കുട്ടിയുടെ പ്ലസ് ടു മാർക്ക് 328. അപ്പോൾ പ്ലസ് ടു മാർക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവരുടെ 2 പേരുടെയും പ്ലസ് ടു മാർക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഇയാൾക്ക് 14 മാർക്ക് കുറവാണ്. ഇയാളെക്കാൾ 14 മാർക്ക് കുറവാണ് ഇയാൾക്ക്. അപ്പോൾ ആ 14 മാർക്ക് പ്ലസ് ടു മാർക്കിലുള്ള ആ ഒരു ഡിഫറൻസ് മൂലം ഈ റാങ്കിൽ, അതായത് കീമിൻ്റെ റാങ്കിൽ ഇയാൾ മുമ്പിലെത്തി. ഇയാളുടെ റാങ്ക് 3846, ഇയാളുടെ റാങ്ക് 3871. അപ്പോൾ ഒരു 25 റാങ്കിൻ്റെ വ്യത്യാസം വന്നു. ആ 25 റാങ്കിൻ്റെ വ്യത്യാസം വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും പ്ലസ് ടുവിലെ മാർക്ക് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇയാൾ എന്തായാലും മുമ്പിലെത്തേണ്ടത്, കാരണം കീമിന് അയാൾക്കാണ് മാർക്ക് കൂടുതൽ. അപ്പോൾ ഇതാണ് സംഭവം. പ്ലസ് ടുവിലെ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കുന്നത് നിങ്ങളുടെ പ്ലസ് ടുവിലെ മാർക്കും കൂടിയാണ്. അപ്പോൾ കീമിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ മാക്സിമം മാർക്ക് വാങ്ങാൻ നോക്കുക. പ്ലസ് വണ്ണിൽ എത്ര മാർക്ക് കുറഞ്ഞു പോയോ പ്ലസ് വണ്ണിൽ മാർക്കില്ലേ, അതൊന്നും അതിനെ ബാധിക്കുന്ന വിഷയമല്ല. പ്ലസ് ടുവിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ ശ്രമിക്കണം. എന്നിട്ട് കീമിലും കൂടി നല്ല മാർക്ക് വാങ്ങിയാൽ മാത്രമേ ടോപ്പ് റാങ്കിലേക്ക് എത്തും. അത് മാത്രമല്ല ടോപ്പ് കോളേജിൽ അഡ്മിഷനും കിട്ടും. അപ്പോൾ ഈ കാര്യം മറക്കണ്ട. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ കീമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോ അയച്ചു കൊടുത്തുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക. അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഈ ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. ആൻഡ് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.